പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം, ഇത്തരം വാർത്തകൾ കണ്ട് പൊറുതിമുട്ടിയാണ് നമ്മുടെ SKN40 അരുത് ലഹരി അരുത് അക്രമം എന്ന യാത്ര തുടങ്ങുന്നത്. ആ യാത്ര മുന്നോട്ട് കൊണ്ടുപോകുന്ന 24 ചീഫ് CR ശ്രീകണ്ഠൻ നായർ നമുക്ക് ചേരുന്നുണ്ട്. SKN, ലഹരിക്കെതിരെ അക്രമത്തിനെതിരെ നമ്മുടെ യാത്ര 3 ജില്ലകൾ പൂർത്തിയാക്കി. ഇന്നേക്ക് 6ാം ദിവസമാണ്. അടിത്തട്ടിൽ ആൾ കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ കമ്പോട് കമ്പാണ് യാത്ര. ഒരാഴ്ചയുടെ അനുഭവത്തിൽ താഴെത്തട്ടിൽ നിന്ന് കിട്ടുന്നൊരു ഫീൽ എന്താണ്, എങ്ങനെയാണ് SKN? ഹാഷ്മിക്ക് അറിയുന്ന പോലെ നമ്മൾ ഒന്നിച്ചാണ് യാത്ര തിരുവനന്തപുരം നിന്ന് ഫ്ലാഗ് ഓഫ് ചെയ്തത്. നമ്മൾ 3 ജില്ലകളിൽ പിന്നിട്ടും 6 ദിവസം നമ്മൾ ഏതാണ്ട് കഴിയുകയാണ്. നാളെ 7ാം ദിവസത്തിലേക്ക് നമ്മൾ കടക്കും. അപ്പോൾ ഈ പര്യടനം നമ്മൾ ആരംഭിക്കുമ്പോൾ ശരിക്കും ഈ അക്രമത്തിനും അതുപോലെ ലഹരിക്കുമെതിരെ നമ്മൾ നടന്ന, പ്രത്യേകിച്ചും ഈ ഡ്രഗ്സിനെതിരെയുള്ള നമ്മുടെ ഈ യാത്ര തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലെ ചിന്ത എന്ന് പറഞ്ഞാൽ കുറച്ച് കുട്ടികളിലും കുറച്ച് മുതിർന്ന ആൾക്കാരിലും മാത്രമുള്ള ഒരു ദസ്വാധീനമാണിത്. ഇത് നമുക്ക് ബോധവൽക്കരണത്തിലൂടെ കടക്കാൻ കഴിയും. എന്നാൽ ഈ 3 ജില്ലകൾ കടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചറിവ്, ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ ആഴങ്ങളിൽ വേരൂടി കഴിഞ്ഞു. കുറേ അധികം ആളുകൾ ഇതിന് അഡിക്റ്റായി കഴിഞ്ഞു. സമൂഹം ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഒരുപക്ഷേ നമ്മുടെ ഈ വലിയൊരു ചെറുപ്പക്കാരായ ജനക്കൂട്ടം നമ്മളിൽ നിന്ന് അകന്നു പോകാനും നമുക്ക് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. കുരുന്നുകളെ കുരുതി കൊടുക്കുന്ന മൃഗീയമായ വാസനകൾ നമ്മുടെ സമൂഹത്തിൽ വേരി പിടിക്കുന്നു എന്നുള്ളൊരു ചിന്ത രൂഢമൂലമാണ്. അമ്മമാർക്ക് വല്ലാത്ത ആശങ്കയുണ്ട്, മാതാപിതാക്കൾക്ക് ടെൻഷനുണ്ട്. ഈ വൈകുന്നേരം വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന കുട്ടികൾ ഏത് പരുവത്തിൽ മടങ്ങി വരും എന്ന ആശങ്കയോടെ കാണുന്ന മാതാപിതാക്കളുണ്ട്. സിറ്റുവേഷൻ വളരെ സീരിയസ് ആണ്, ഗുരുതരമാണ്, തീവ്രമാണ്. നമ്മൾ ഒന്നിച്ച് നിന്നാൽ മാത്രമേ ഇതിന് എന്തെങ്കിലും നമുക്ക് ചെയ്യാനാകൂ എന്നൊരു വിശ്വാസത്തിലാണ് ഞാൻ ഈ 6ാം ദിവസം നിൽക്കുന്നത്. പുതിയ കാര്യമല്ല എങ്കിൽ കൂടി ഇന്ന് രാവിലെ മുതലും നമ്മൾ കാണുന്ന അക്രമങ്ങളുടെ, കൊലപാതകങ്ങളുടെ, അങ്ങേയറ്റത്തെ ബ്രൂട്ടൽ വയലൻസിൻ്റെ ഒക്കെ ഒരു വാർത്താ കുത്തൊഴുക്കാണ്. ഈ യാത്ര പൂർത്തിയാകുമ്പോൾ സർക്കാരിന് മുന്നിൽ നമ്മൾ ഒരു ഗവേഷണ നയരേഖ ഉറപ്പായും സമർപ്പിക്കും. അത് സമർപ്പിക്കുന്നത് ഉറപ്പായും ഒരു രക്ഷാമന്ത്രമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ നമ്മൾ ഈ ഒരു 6 ദിവസത്തെ അനുഭവത്തിൽ തന്നെ അടിയന്തരമായി സർക്കാർ ചെയ്യേണ്ടതുണ്ട് എന്ന് തോന്നിയ ഒരു ഫാക്ടർ ഉണ്ടോ SKN? നമ്മൾ മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം നമ്മളുമായി നടത്തിയ ഒരു അഭിമുഖത്തിൽ തന്നെ പറയുകയുണ്ടായി, യഥാർത്ഥം നമ്മുടെ ഒരു ഗവേഷണ വിഭാഗം 24 റിസർച്ച് ടീം നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്നുണ്ട്. നമ്മൾ സംസാരിക്കുന്നവർ മാത്രമല്ല, പ്രിൻസിപ്പൽമാർ, രക്ഷകർത്താക്കൾ, അതുപോലെ തന്നെ കുട്ടികൾ, ചെറുപ്പക്കാർ, ഇവരോടൊക്കെ ഈ ഗവേഷണ വിഭാഗം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിഭാഗം സംസാരിച്ച് അവർ തയ്യാറാക്കുന്ന ചില വെളിപ്പെടുത്തലുകളും ചില എക്സ്പെർട്ടുകളുമായി നമ്മൾ സംസാരിപ്പിക്കും. അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും എക്സൈസ് കമ്മീഷണർമാരും അവരോടൊക്കെ സംസാരിച്ചിട്ട് നമ്മുടെ PhD തീസിസിൻ്റെ വിശുദ്ധിയോടെ നമ്മളൊരു പ്രബന്ധം തയ്യാറാക്കി സ്വീകരിക്കാവുന്ന പ്രതിരോധ നടപടികളൊക്കെ സർക്കാരിന് 45ാമത്തെ ദിവസം തിരുവനന്തപുരം നടന്നൊരു കോൺക്ലേവിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് VD സതീശൻ പ്രതിപക്ഷ നേതാവിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ സമർപ്പിക്കുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് ഞാൻ ഈ 3 ജില്ല കടന്നു കഴിയുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ആശങ്കയുണ്ട്, ഒരാളൽ നെഞ്ചിൽ. കാര്യം നമ്മുടെ ചെറുപ്പക്കാരെ കാണുമ്പോൾ, നമ്മുടെ കുരുന്നുകളെ കാണുമ്പോൾ, ചില കോളേജ് പരിസരങ്ങൾ കാണുമ്പോൾ, ചില സ്കൂൾ പരിസരങ്ങൾ കാണുമ്പോൾ അവിടെയൊക്കെ തന്നെ ചില മിഠായികളും ലഹരി വസ്തുക്കളും വിതരണം ചെയ്യാൻ വാഹകരുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. പോലീസ് സംവിധാനം എനിക്ക് തോന്നുന്നു ആദ്യം നമ്മൾ ഇത്തിരി ആശങ്കപ്പെട്ട് നിൽക്കുകയായിരുന്നു. മാത്രമല്ല നമ്മൾ ഇതിനകത്തൊരു അവധാനത കാണിച്ചു എന്ന് സംശയിക്കാൻ ന്യായമുണ്ട്. എന്നാൽ ഇപ്പോൾ പോലീസ് സംവിധാനം വളരെ കാര്യമായ ഇടപെടൽ നടത്തുകയാണ്. പോലീസ് സ്റ്റേഷനുകൾ ഭരിക്കാൻ ഒരു കക്ഷി രാഷ്ട്രീയക്കാർക്കും മുഖ്യമന്ത്രി അവസരം കൊടുക്കുന്നില്ല. കർക്കശമായ നിലപാടുകളിൽ എക്സൈസും അതുപോലെ പോലീസും റെയ്ഡുകൾ വ്യാപകമാക്കിയിട്ടുണ്ട്. ക്യാമ്പസുകളിലൊക്കെ തന്നെ പ്രിൻസിപ്പലിൻ്റെയൊക്കെ സ്വാധീനമില്ലാതെ, അനുവാദമില്ലാതെ കടന്നു ചെല്ലാൻ പോലീസിന് കഴിയുന്നുണ്ട്. എന്നാൽ ബഹുജനങ്ങളെയും മറ്റ് പൊതുപ്രവർത്തകരെയും യുവജന സംഘടനകളെയും NGOസിനെയും ഒക്കെ സംഘടിപ്പിച്ച് അതിവിപുലമായ ഒരു പ്രചാരണം തന്നെ സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കാൻ മുൻകൈ എടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ 45ാം ദിവസം കൊടുക്കുന്ന റിപ്പോർട്ട് വരെ കാത്തിരിക്കാൻ കഴിയില്ല. കാര്യം സമയം വളരെ വിലപ്പെട്ടതാണ്. ഇതിൽ മുഖമിടിച്ച് വീഴുന്ന കുട്ടികളുടെ എണ്ണം കൂടുന്നു എന്നുള്ളത് എല്ലാ ബന്ധപ്പെട്ടവരും തിരിച്ചറിയണം എന്ന് ഇനി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പല ക്യാമ്പസുകളിലും പോയപ്പോൾ എനിക്ക് മനസ്സിലായത് പല കുട്ടികളും ഇതിൽ വീണ് കഴിഞ്ഞു. അവരെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കണം. അവരോടൊന്നും പ്രതികാര ചിന്ത ഉണ്ടായിട്ട് കാര്യമില്ല. അവരെ നമുക്ക് രക്ഷപ്പെടുത്തിയേ മതിയാകൂ. അതിന് ഇപ്പോൾ തന്നെ എല്ലാവരും ഉണർന്നു പ്രവർത്തിക്കണം. ഇതൊരു കേരളത്തിൻ്റെ പ്രശ്നമായിട്ടേ കാണാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ മതം. എന്തായാലും ഈ 6 ദിവസം നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് 1 ഡസനിലധികം കോളേജുകൾ സഞ്ചരിച്ചു. അവിടുത്തെ അനുഭവത്തിൽ നിന്ന് കൂടിയാണ് SKN എന്ന് പറയുന്നത്. SKN, നമ്മൾ ആദ്യം മുഖ്യമന്ത്രിയെ കണ്ടു, പ്രതിപക്ഷ നേതാവിനെ കണ്ടു, മുൻ പ്രതിപക്ഷ നേതാവിനെ കണ്ടു, KV ഗണേഷ് കുമാർ അടക്കം ഒരു നിര മന്ത്രിമാരെ കണ്ടു, MLA മാരെയൊക്കെ നമ്മൾ കണ്ടു. എല്ലാവരും പറഞ്ഞത് അവർ രാഷ്ട്രീയം പറയുന്നെങ്കിലും ആ പോരാട്ടത്തിൽ രാഷ്ട്രീയം മറന്ന് ഈ മാഫിയക്കെതിരായ പോരാട്ടത്തിൽ ഒരുമിക്കാമെന്നാണ്. അങ്ങനെയാണ് വാക്കുകൾ. പക്ഷേ പ്രാക്ടിക്കൽ സൈഡിൽ എല്ലാവരും ഒത്തുചേരുന്ന ഒറ്റ മനസ്സോടെയുള്ള ഒരു സമവായ പ്രവർത്തനം, ഒരു പ്രതിരോധം തീർക്കൽ, ഒരു വൻമതിൽ തീർക്കൽ യഥാർത്ഥത്തിൽ ഗ്രൗണ്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ SKN?
ഹാഷ്മി, നമ്മളിതൊരു തെരഞ്ഞെടുപ്പ് കാര്യമൊന്നുമല്ല, രാഷ്ട്രീയ കക്ഷിഭേദമൊന്നും ഇതിൻ്റെ കാര്യത്തിൽ ആവശ്യമില്ല. മാത്രമല്ല, ചോരഹിനി എന്ന ആത്മാർത്ഥ ഇതിൽ വേണം. കാരണം ഇത് നമ്മുടെ യുവതലമുറയെ, നമ്മുടെ സംസ്ഥാനത്തെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. എൻ്റെയൊക്കെ മനസ്സിലെ ഒരു ആഗ്രഹം, നമ്മൾ ഈ കാസർഗോഡ് വരെ യാത്ര ചെയ്ത് കഴിയുമ്പോൾ 30 ദിവസമാകും, 30-ാം ദിവസത്തിന് മുമ്പ് തന്നെ ഈ കേരളത്തിൽ ഇതൊക്കെ വിറ്റഴിക്കുന്ന ആളുകൾ കേരളം വിട്ടു പോകണം. നമ്മുടെ സംസ്ഥാന പോലീസ് സമ്മർദ്ദം ഇവർക്ക് കൊടുക്കണം. ഇത്തരം കുറ്റവാളികൾ കേരളം വിട്ടു പോകുന്നില്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ ജയിലിൽ അവർക്കായിട്ട് സ്ഥലമൊരുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിൽ എല്ലാ കക്ഷികളും യോജിക്കണം. കാരണം ഈ നാടിൻ്റെ ഒരു വലിയ ഗുരുതരമായ പ്രശ്നമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതെൻ്റെ ഒരു അവതാര ലക്ഷ്യം പോലെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കാരണം ഞാൻ ഈ 40 കൊല്ലം തികയുന്ന വേളയിൽ തുടങ്ങിയ യാത്രയാണെങ്കിലും എൻ്റെ 40 കൊല്ലമല്ല പ്രശ്നം, ചെറുപ്പക്കാരുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഈ പ്രതിസന്ധി മുനമ്പിൽ എല്ലാവർക്കും ഒരേ സ്വരമാകണം. നോട്ട് ടു ഡ്രഗ്, നോട്ട് ടു വയലൻസ്. എസ് കെ തിരക്കിലാണ്, രാവിലെ മുതൽ തുടങ്ങുന്ന യാത്രയാണ്. മാത്രമല്ല യാത്രയിലുടനീളം ഈ പറയുന്ന രീതിയിൽ ചെറിയ ചെറിയ മീറ്റിങ്ങുകളുണ്ട്. നമ്മുടെ ഗവേഷണ സംഘവുമായുള്ള രാത്രി ചേരുന്ന ഒരു കൂടിയാലോചന യോഗം എല്ലാം ഉണ്ടെങ്കിൽ കൂടി ഒറ്റ ചോദ്യം കൂടി എസ് കെ, ഈ ശംഖുമുഖത്ത് നമ്മൾ ശംഖുമുഖത്ത് തുടങ്ങുന്നു. ആ ബീച്ചിൽ നമ്മൾ എടുക്കുന്ന ആദ്യ പ്രതികരണത്തിൽ ഒരു ചേട്ടൻ പറയുന്നുണ്ട്, ഈ മാഫിയക്കെതിരെ സംസാരിക്കാൻ പേടിയാണ് എന്ന് പറഞ്ഞാൽ കൊന്നു കളയുമെന്ന ആണ് ആ പേടി. ഇന്ന് ആറന്മുളയിൽ ഒരു വയോധിക എസ് കെനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞതും ആ ഭീതിയാണ്. അദൃശ്യമായ ഒരു മല പോലെ നിൽക്കുന്ന ഈ മാഫിയ സംഘത്തോടുള്ള ഭീതി പൊതുവേ പ്രകടമാണെന്ന് തോന്നുന്നു എസ് കെ. ആഷ്മി, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഭീതിയുണ്ട്. കാരണം ഈ മാഫിയ സംഘങ്ങൾ അവരും ലഹരിയൊക്കെ ഉപയോഗിക്കുന്ന പല ആളുകളായിരിക്കും. അവർ തന്നെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലുന്നവരാണ്. ഒരു കൊലക്കത്തിയുമായിട്ടൊക്കെ ഇറങ്ങും. പക്ഷേ നമുക്ക് ഒരാൾ കൊലക്കത്തിയുമായി ഇറങ്ങുമെന്ന് പറഞ്ഞാൽ കാത്തിരിക്കാൻ ഇതില്ല. ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കഴുത്തിൽ ഇങ്ങനെ തപ്പി നോക്കുന്നുണ്ട് തലയുണ്ടോ എന്നറിയാൻ. കാര്യം നമ്മൾ ഏറ്റുമുട്ടുന്ന മാഫിയ സംഘങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വീരി പിടിച്ച വലിയ വലിയ മാഫിയകളാണ്. ഈ കൊച്ചുപിച്ചാത്തിയായിട്ട് നടക്കുന്ന ആളുകളൊന്നും അല്ല അവർ കൊല്ലുമെന്ന് പറഞ്ഞാൽ അവർ കൊല്ലും. പക്ഷേ നമ്മൾ സംഘടിതമായി കേരളീയർ മുഴുവൻ ഒന്നിച്ചൊരേ ശബ്ദത്തിൽ പറഞ്ഞാൽ എത്ര വലിയ മാഫിയ ആയാലും കേരളം വിട്ടുപോകും. എന്ന് മാത്രമല്ല, കരുത്തുറ്റൊരു പോലീസ് സേന നമുക്കുണ്ട്, എക്സൈസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇവരുടെ കരുത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ഈ മാഫിയ സംഘത്തിന്. അതുകൊണ്ട് നമ്മുടെ പോലീസ് സേനയോടും നമ്മുടെ എക്സൈസിനോടും നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ജീവിതത്തിൽ കാണിക്കേണ്ട ഏറ്റവും വലിയ കാര്യക്ഷമതയും ജാഗ്രതയും ഇപ്പോഴാണ് കാണേണ്ടത്. നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രിയോട് ഞാൻ നേരിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ കോവിഡിന് ശേഷം അങ്ങ് നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ചാണിത്. ഈ ചലഞ്ച് അത് അർഹിക്കുന്ന ഗൗരവത്തോടെ കണ്ട് എല്ലാ മാഫിയ സംഘത്തിനോടും നമുക്ക് നോ പറയണം. കേരളം വിട്ടുപോകണം. നമ്മൾ ഒരിക്കലും അവർ വിട്ടുപോയെന്ന് കരുതി നമ്മൾ വെറുതെ ഇരിക്കാൻ പാടില്ല. നമ്മളൊരു തുടർ കാര്യങ്ങളുണ്ടാകണം. കായിക രംഗവും അതുപോലെ നമ്മുടെ സാഹിത്യ സർഗ മേഖലകളൊക്കെ തന്നെ കുറച്ചുകൂടി കരുത്താർജിച്ച് കാര്യങ്ങൾ ചെയ്യണം. കാര്യം കേരളം ഇപ്പോൾ ഒരു അപകടാവസ്ഥയിലാണ്. ഉറപ്പായും എസ് കെ, താങ്ക്സ് ലോട്ട് എസ് കെ. ഇനിയും പബ്ലിക് മീറ്റിംഗ് ഉണ്ട്, ഇനിയും നമ്മുടെ ഇന്റേണൽ മീറ്റിങ്ങുകളുണ്ട്, സൂം മീറ്റിങ്ങുകളുണ്ട്. അത്രയ്ക്കിനിടയിലും എസ് കെ അനുഭവങ്ങൾ പറയാൻ വേണ്ടി ഞാൻ വിളിച്ചാണ്. താങ്ക് യു എസ് കെ, താങ്ക്സ് ലോട്ട്.